പക്ഷേ അവിടെ ഒരുപാട് തടസ്സങ്ങളുണ്ട്. പ്രധാനമായും ഇപ്പോൾ അരുൺ രാജിനൊപ്പം ഫയർഫോഴ്സ് പോലീസ് ഉദ്യോഗസ്ഥർ കൂടി ചേരുന്നുണ്ട്. അരുൺ, അവരുടെ കൂടി എപ്പോഴാണ് ഈ വിവരം ലഭിച്ചത്, എത്ര യൂണിറ്റുകൾ എത്തിയെന്ന് അടക്കമുള്ള ഈ തീ നിയന്ത്രിക്കാനുള്ള ദൗത്യത്തിന്റെ വിവരങ്ങൾ കൂടി? പോലീസ് കൺട്രോൾ റൂമിൽ നിന്നാണ്. ഈ തൊട്ടടുത്ത വീട്ടിലെ സ്ത്രീയാണ് ഈ സൗണ്ട് കേട്ട് ആദ്യം ഉണരുന്നത്. അവർ 112ലേക്ക് പോലീസ് കൺട്രോൾ റൂമിലേക്ക് വിളിച്ചു. പോലീസ് കൺട്രോൾ റൂമിൽ നിന്ന് നമ്മുടെ പോലീസിന്റെ ഇൻഫർമേഷൻ സിസ്റ്റം വെച്ച് അറിയിച്ചു. അപ്പോൾ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് സ്ഥലത്തെത്താനായിട്ട് സാധിച്ചു. പോലീസ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് സമീപ സ്ഥലത്തുള്ള ബോട്ട് അഴിച്ചുമാറ്റി. അതുകൊണ്ട് കൂടുതൽ ദുരന്തം ഒഴിവായി. ഒരു 9 ബോട്ട് പൂർണ്ണമായിട്ട് കത്തിയിട്ടുണ്ട്, ഒരെണ്ണം ഭാഗികമായിട്ട് കത്തിയിട്ടുണ്ട്. നമ്മുടെ ഈ തീരത്ത് ഒഴുകി നടന്ന് കത്തുന്ന 2 ബോട്ടുകളുണ്ട് ഉൾക്കായലിലേക്ക്. അതിന് നമ്മൾ ഈ മത്സ്യത്തൊഴിലാളികൾക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ടോ? ഒരു ജാഗ്രതാ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല അത് ഡേഞ്ചർ അല്ല. ഒരെണ്ണം സാമ്പ്രാണിക്കുടി ഭാഗത്ത് തറയിൽ തട്ടിക്കിടക്കുകയാണ്. അതുകൊണ്ട് തീരത്തേക്ക് എത്താനുള്ള സാധ്യതയില്ല. മാത്രമല്ല അവിടെ താമസക്കാരുമില്ല. അപ്പൊ തീരത്തേക്ക് എത്താൻ സാധ്യത കുറവാണ്. പിന്നെ ശക്തികുളങ്ങര പോലീസും പാർട്ടിയും ആ ഭാഗത്തുണ്ട്. അതും ഡേഞ്ചറില്ല. അപകടകരമായിട്ടുള്ള എല്ലാ സിറ്റുവേഷൻസും രണ്ടും നമ്മൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. എവിടേക്കാണ് ഇത് ഒഴുകുന്നത് എന്നുള്ള കാര്യം എല്ലാം നിരീക്ഷണത്തിലാണ്. എല്ലാം പോലീസിന്റെ 4 ഭാഗത്തും, ഈ കായലിന്റെ 4 ഭാഗത്തും പോലീസ് ഉദ്യോഗസ്ഥരെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നിരീക്ഷിച്ചു വരുന്നുണ്ട്. കൂടുതൽ സ്ഥലങ്ങളിലേക്ക് തീയൊന്നും പടരാതിരിക്കാനുള്ള പ്രിക്കോഷൻസ് രാവിലെ തന്നെ എടുത്തിരുന്നു. രാവിലെ തന്നെ 2 മണിക്കാണ് സംഭവം നടന്നത്. അപ്പോൾ തന്നെ പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് എല്ലാ പ്രിക്കോഷൻസും എടുത്തിരുന്നു. 9 ബോട്ടാണ് കത്തി. ആ 9 ബോട്ട് ഒഴുകി പോകാതിരിക്കാനുള്ള സജ്ജീകരണവും ചെയ്തിരുന്നു. നാട്ടുകാർ നല്ല ആത്മാർത്ഥമായിട്ട് പ്രയത്നിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ബോട്ട് കൂടുതൽ കത്താതെ രക്ഷപ്പെടുന്നത്. എങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായെന്ന വിവരം എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ പ്രാഥമികമായി? നമുക്ക് പ്രാഥമികമായിട്ട് പറയാറായിട്ടില്ല. അതിനെ അന്വേഷിക്കണം. എന്തായാലും അത് അന്വേഷിച്ചതിന് ശേഷം മാത്രമേ പറ്റത്തുള്ളൂ. അഞ്ചനമൂടി CA ആണ് നമ്മളോടൊപ്പം ചേർന്ന്. അദ്ദേഹമാണ് ഈ ലിമിറ്റിലെ CA. അദ്ദേഹം ആ കാര്യങ്ങൾ ഇപ്പോൾ വിശദീകരിക്കുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനമായും ഉണ്ടായിരുന്നത് രാവിലെ ആണ് തീപിടുത്തം ഉണ്ടായത്. അങ്ങനെ ഒരു ഇൻഫർമേഷൻ പോലീസ് കൺട്രോൾ റൂമിൽ ലഭിക്കുകയായിരുന്നു. ആ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആണ് പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാം. ഈ കൂടുതൽ മത്സ്യത്തൊഴിലാളികൾ പല ദിക്കിൽ നിന്നും എത്തുന്നുണ്ട്. ഈ വിവരം അറിഞ്ഞ് ആ കായലിലെ ഈ തീപിടിച്ച ബോട്ടിന്റെ സ്ഥലത്ത് കൂടിയത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരാണ്. മറ്റ് യാത്രാ ബോട്ടുകളിലടക്കം ഈ മത്സ്യബന്ധന ബോട്ടുകളിലടക്കം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഈ തീപിടിച്ച ബോട്ടിനടുത്തേക്ക് എത്തുന്ന കാഴ്ചയാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. അതായത് ഈ പടർന്നുകൊണ്ടിരിക്കുന്ന ബോട്ടിലേക്ക് പല ദിക്കിൽ നിന്ന്, പല വശത്തു നിന്ന് ഈ കായലിലെ ജലം ഉപയോഗിച്ച് തന്നെ തീയണയ്ക്കാനുള്ള ഒരു ദൌത്യം ഇപ്പോൾ ഫയർഫോഴ്സ് തേടുകയാണ്. പക്ഷേ വളരെ ദൂരത്തു നിന്ന് മാത്രമേ ഈ ദൌത്യം ചെയ്യാൻ ഫയർഫോഴ്സിന് കഴിയൂ. പല ബോട്ടുകളിലും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗ്യാസ് സിലിണ്ടറുണ്ട്, ഡീസലുണ്ട്. അത് ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാം. അതുകൊണ്ട് തന്നെ അവര് ആ ദൂരെ നിന്ന് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. ചെറു ബോട്ടുകളിലടക്കം ഈ ഡെങ്കി ബോട്ടുകളിലടക്കം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ എത്തി പല സ്ഥലത്ത് നിന്ന് ഇപ്പോൾ ഇത് രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. തീയണയ്ക്കാനുള്ള ശ്രമം നടത്തുകയാണ്. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് ഇപ്പോൾ തീയണച്ച അതിൽ നിന്നുള്ള ഒരു ഡീസലിന്റെ ഇതാണ്. അത് പൂർണ്ണമായി ഇപ്പോൾ എടുത്ത് മാറ്റുകയാണ്. അത് ഇത്തരത്തിൽ മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. മറ്റൊന്ന് ആ ദൃശ്യങ്ങൾ കാണിക്കാം. ഒരുപക്ഷെ ഈ മത്സ്യബന്ധന ബോട്ടിൽ ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ എത്തിയിരിക്കുന്ന കാഴ്ചയാണ്. ആ ദൂരെ ആ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ എത്തിയിരിക്കുന്നു, ഉൾക്കായലിലേക്ക് എത്തിയിരിക്കുന്നു. അവിടെ തീ പിടിച്ചിരിക്കുന്ന ആ ബോട്ടിൽ തീയണയ്ക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ഫയർഫോഴ്സ് നടത്തുന്നത്. ഉൾക്കായലിലേക്ക് അടക്കം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ മത്സ്യത്തൊഴിലാളികളുടെ കൂടി ഒരു സഹകരണത്തോടെ അവരുടെ ഒരു പിന്തുണയോടുകൂടി ഇപ്പോൾ എത്തി ഉൾക്കായലിൽ നിന്നുകൊണ്ട് തീയണയ്ക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ആ ദൌത്യം ഇപ്പോൾ തുടരുകയാണ്. ആ ദൌത്യത്തിന്റെ കാഴ്ചയാണ്. കാരണം 4 വശത്തു നിന്നും ഇവിടേക്ക് വെള്ളം എത്തിച്ച് തീയണയ്ക്കാൻ വേണ്ടിയുള്ള ശ്രമം ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നടത്തുകയാണ്. ചെറിയാനങ്ങൾ കൂടി ഇതിൽ പങ്കെടുക്കുന്നു. കാരണം കൂടുതൽ സമയം ഇത് ഇങ്ങനെ സ്പ്രെഡായി പോയാൽ അത് വലിയ രീതിയിൽ പാരിസ്ഥിതിക പ്രശ്നങ്ങളടക്കം ഉണ്ടാകും. അതുകൊണ്ട് അത്തരമൊരു സാഹചര്യം ഒഴിവാക്കുക എന്നുള്ളതാണ് ഫയർഫോഴ്സ് ഇപ്പോൾ നിലവിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പോൾ ഈ നമ്മൾ നിന്ന ബോട്ടിന്റെ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സൈഡിലുള്ള ബോട്ടിന്റെ ഭാഗത്ത് മറ്റൊരു ബോട്ടിൽ നിന്ന് അമിതമായ തോതിൽ പുക ഉയരുന്നുണ്ട്. കാരണം അതിൽ മണ്ണെണ്ണ അടക്കമുള്ള സാധനങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഫയർഫോഴ്സ് പറയുന്നത്. അതുകൊണ്ട് അതിലെ സാഹചര്യം ഇനി തീപിടുത്തത്തിനുള്ള സാഹചര്യം ഒഴിവാക്കുക എന്നുള്ളതാണ് നിലവിൽ ചെയ്യുന്ന. മത്സ്യത്തൊഴിലാളികൾ ആത്മാർത്ഥമായി തന്നെ ഇവർക്കൊപ്പം സഹകരിക്കുന്നുണ്ട്. കാരണം പല ഈ മത്സ്യബന്ധന ബോട്ടുകളടക്കം വിട്ടു നൽകിക്കൊണ്ടാണ് ഈ രക്ഷാപ്രവർത്തനത്തിന് സഹായിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ 2 ബോട്ടുകൾ, അത് ഇപ്പോൾ അഞ്ചനമൂടി CA അദ്ദേഹം കുറെ കൂടി ഒരു ക്ലാരിറ്റി ഇപ്പോൾ വരുത്തിയിട്ടുണ്ട്. കാരണം കത്തി ഒഴുകിക്കൊണ്ട് നടക്കുന്ന ബോട്ടുകൾ അത് പൂർണ്ണമായും ഇപ്പോൾ ശക്തികുളങ്ങര പോലീസിന്റെയും അതുപോലെ തന്നെ കോസ്റ്റൽ പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. ജനവാസ മേഖലയിലേക്ക് ആ ബോട്ടുകൾ അടുക്കാതെ
രണ്ട് ബോട്ടുകൾ കത്തുന്നുണ്ട്, ആ കായൽ ഒഴുകി നടക്കുന്നുണ്ട്. അത് മറ്റ് ജനവാസ മേഖലകളിലേക്ക് എത്താനുള്ള സാധ്യത കുറവാണ്. പ്രത്യേകിച്ച് സാമ്പ്രാണിക്കൊടി അല്ലെങ്കിൽ ചുറ്റുമുള്ള തുരുത്തുകളിൽ അത്ര ജനവാസമുള്ള മേഖലകളല്ല എന്നത് മുമ്പ് പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ടായിരുന്നു. ഏതായാലും പുലർച്ചെ 2 മണിയോടെയാണ് ഈ ബോട്ടുകൾക്ക് തീ പിടിച്ചു എന്ന വിവരം പോലീസിന് ലഭിക്കുന്നത്. തൊട്ടടുത്തുള്ള വീട്ടിലെ സ്ത്രീ പൊട്ടിത്തെറി ശബ്ദം കേട്ടാണ് ഈ ശ്രദ്ധിക്കുന്നത്, എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കുന്നത്. തുടർന്ന് പോലീസിന് ലഭിച്ച വിവരത്തെ തുടർന്നാണ് ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് ഈ രക്ഷാപ്രവർത്തനത്തിലേക്ക് ഇറങ്ങിയത്. ആദ്യം തന്നെ ഈ തീ കത്തുന്ന ബോട്ടുകൾക്ക് അടുത്തുനിന്ന് ബോട്ടുകൾ മാറ്റാനും അല്ലെങ്കിൽ ആ ബോട്ടുകൾക്കുള്ള ഉള്ളിലെ സാമഗ്രികൾ നീക്കാനുമാണ് ശ്രമിച്ചത്. തുടർന്ന് ഫയർ ടെൻഡിങ് സംവിധാനം ആക്റ്റീവ് ആവുകയായിരുന്നു. പക്ഷേ അവിടെ ഉള്ള ഒരു പരിമിതി വലിയ റോഡുകൾ ഇല്ലാത്ത ഇടമാണ്. മാത്രമല്ല അത്രയേറെ ഫയർഫോഴ്സ് വാഹനങ്ങൾ ഒരുമിച്ച് അങ്ങോട്ടേക്ക് എത്തുന്നതിന് പരിമിതിയുണ്ട്. പിന്നെ സംഭവിച്ചത് പല ബോട്ടുകളും തീ പിടിച്ചതോടുകൂടി അതിൻ്റെ കെട്ട് അല്ലെങ്കിൽ ബന്ധിപ്പിച്ചിരുന്ന കരയുമായിട്ടോ അല്ലെങ്കിൽ കരയോട് ചേർത്ത് ബന്ധിപ്പിച്ചിരുന്ന എല്ലാ കെട്ടുകളും പൊട്ടി അത് കായലിലേക്ക് ഒഴുകിപ്പോകുന്നതാണ് കണ്ടത്. ഇപ്പോൾ ബോട്ടുകളിൽ, ചെറിയ ബോട്ടുകളിൽ, മത്സ്യബന്ധന ബോട്ടുകളിലൊക്കെയായി ഇപ്പോൾ തീ കത്തിക്കൊണ്ടിരിക്കുന്ന ബോട്ടിനടുത്തേക്ക് എത്താൻ ഫയർഫോഴ്സിന്റെ ശ്രമമുണ്ട്. പക്ഷേ അതിലൊരു വെല്ലുവിളി അല്ലെങ്കിൽ ആശങ്ക അല്ലെങ്കിൽ ഒരു അപകട സാധ്യത കൂടി ഈ ബോട്ടുകൾക്കുള്ളിലെ ഇന്ധന സാന്നിധ്യം അല്ലെങ്കിൽ ഇന്ധന ശേഖരം, ഒപ്പം ഈ ഗ്യാസ് സിലിണ്ടറുകൾ, പല ബോട്ടുകൾക്കകത്തു നിന്നും 1-2 ഗ്യാസ് സിലിണ്ടറുകൾ പുറത്തേക്ക് എടുക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ആ തീ പിടിക്കുന്ന ബോട്ടിന് അടുത്തേക്ക് അതിനെ അപ്രോച്ച് ചെയ്യുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഏതായാലും സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് അല്ലെങ്കിൽ തീ പിടിച്ച് ഒഴുകിപ്പോയ കായലിലേക്ക് ഒഴുകി നടക്കുന്ന ബോട്ടുകൾ അത് ജനവാസ മേഖലയിലേക്ക് എത്താതിരിക്കാൻ അല്ലെങ്കിൽ ഒരുപക്ഷെ അതിലൊരു പൊട്ടിത്തെറിയൊക്കെ ഉണ്ടായാൽ അത് കൂടുതൽ അപകടം വരുത്തി വെക്കും. ഏതായാലും ഇതുവരെയും ആളപായമില്ല എന്നത് ആശ്വാസകരമാണ്. പക്ഷേ ജീവനോപാധിയാണ്. ഇന്ന് കടലിലേക്ക് പോകാൻ ഒരുങ്ങി വന്ന തൊഴിലാളികളാണ്, അവർക്ക് മുന്നിലാണ് തീ പിടിച്ച ബോട്ടുകൾ. അങ്ങേയറ്റം സങ്കടകരമായ കാഴ്ചയാണ്. അത്രയും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അല്ലെങ്കിൽ അവർക്ക് എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെടുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് നമ്മൾ ആദ്യം കേട്ടത്. അരുൺ രാജ് തുടരുന്നുണ്ട്. അരുണ്, 9 ബോട്ടുകൾ പൂർണ്ണമായും, ഒരു ബോട്ട് ഭാഗികമായി കത്തിയെന്നതാണ് മനസ്സിലാക്കുന്നത്. ഈ ഒഴുകി നടക്കുന്ന ബോട്ടുകൾ സുരക്ഷിതമാക്കാനും ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് ആ തീ ആളുന്ന ബോട്ടിനടുത്തേക്ക് അതിലെ തീ അണയ്ക്കാനുള്ള ഒരു ആക്റ്റീവായ ഒരു ശ്രമത്തിലേക്ക് പോകുന്നു അല്ലേ? തീർച്ചയായും ഇപ്പോൾ ആ ദൃശ്യങ്ങൾ കാണുന്ന നമ്മൾ നേരത്തെ ആ ഉയർന്നു പൊങ്ങിയ തീനാളം കണ്ട ആ ബോട്ടിനടുത്തേക്ക് ഈ ഡെങ്കി ബോട്ടുകളിലടക്കം ഇപ്പോൾ ഈ ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥർ എത്തുന്ന കാഴ്ചയാണ്. അതിന്റെ സമീപത്ത് ഇപ്പോൾ ഒരു ചെറിയ യാനം അത് അവിടെ പൂർണ്ണമായും ബന്ധിപ്പിച്ചുകൊണ്ട് ആ ബോട്ടിലെ തീയണയ്ക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ഫയർഫോഴ്സ് നടത്തുന്നത്. അത് നേരത്തെ നമ്മൾ അപ്രോച്ച് ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ്. കായലിൽ നിന്ന് വെള്ളം എടുക്കുക, ആ വെള്ളം ഉപയോഗിച്ച് ആ തീ അണയ്ക്കാൻ ശ്രമിക്കുക. പക്ഷേ കൂടുതൽ അടുത്തേക്ക് പോയാൽ അത് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുമോ, അപകട സാധ്യതയുണ്ടോ എന്നുള്ളത് പരിശോധിക്കണമെന്ന് നിർദ്ദേശം ഇപ്പോൾ ഈ കരയിൽ നിൽക്കുന്ന ഫയർഫോഴ്സ് ഓഫീസർമാർ അത് നൽകുന്നുണ്ട്. കാരണം ഈ ബോട്ടുകളിലെല്ലാം തന്നെ ഗ്യാസ് സിലിണ്ടർ അടക്കമുണ്ട്. അതുകൊണ്ട് കൂടുതൽ അടുത്തേക്ക് പോകേണ്ടതില്ല. ഈ കൂടുതൽ അടുത്തേക്ക് പോയി 2-3 ബോട്ടുകൾ കൂടി തീ പടരുന്നുണ്ട്. ആ ബോട്ടുകളിലെ കൂടി അതിനടുത്തേക്ക് എത്തി, വെള്ളത്തിൽ ആണ്, കായലിനുള്ളിലാണ് ആ ബോട്ടുകളുള്ളത്, അതിനടുത്തേക്ക് എത്താൻ ശ്രമിക്കുകയാണ്. 9 ബോട്ടുകൾ പൂർണ്ണമായും, ഒരു ബോട്ട് ഭാഗികമായും കൊല്ലം കുരിപ്പുഴയിൽ തീപിടിച്ച് നശിച്ചിട്ടുണ്ട്. തീപിടുത്തതിന്റെ കാരണം വ്യക്തമല്ല. ഏതായാലും ഫയർ ടെൻഡിങ് സംവിധാനം ഇപ്പോഴും ആക്റ്റീവാണ്. തീയണയ്ക്കാനുള്ള ശ്രമം തുടരുകയുമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.